എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ കയ്യിൽ എത്ര കാശുണ്ടായാലും വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന്? വെറുതെ ഇരിക്കുമ്പോൾ പോലും ദേഷ്യം വരികയും കൂടെയുള്ളവരോട് തർക്കിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കുറ്റമല്ല. ചില നേരങ്ങളിൽ നമ്മുടെ ചുറ്റുമുള്ള കാറ്റ് പോലും നമുക്കെതിരാണെന്ന് തോന്നും. അധ്വാനത്തിന് ഫലം കിട്ടാതെ വരുമ്പോൾ മനസ്സ് മടക്കുന്നത് സ്വാഭാവികമാണ്. ഒരു ജോലിക്ക് ശ്രമിച്ചാൽ അത് കിട്ടില്ല. നല്ലൊരു ബന്ധം വന്നാൽ അത് പാതി വഴിയിൽ മുറിഞ്ഞു പോകും. ഇതിനൊക്കെ കാരണം നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ആ ഒരു പ്രഭാവലയത്തിൽ അഴുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ കാണുന്ന ഈ ലോകത്ത് കണ്ണിൽ കാണാത്ത ഒത്തിരി ഊർജ്ജങ്ങളുണ്ട്. അതിൽ ചിലത് നമ്മുടെ വഴിമുടക്കും. പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഉപ്പും വെള്ളവും ചേർന്നാൽ മാറാത്ത ദോഷങ്ങൾ ഒന്നുമില്ലെന്ന്. നമ്മുടെ കണ്ണുനീരിനും ഉപ്പുണ്ട്, സമുദ്രത്തിനും ഉപ്പുണ്ട്. ആ ഉപ്പിന് നമ്മുടെ ഉള്ളിലെയും പുറത്തെയും വിഷാംശങ്ങളെ വലിച്ചെടുക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. മക്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർക്കണം. ആ വെള്ളം തലയിലൂടെ ഒഴിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള സകല നെഗറ്റീവ് ഊർജ്ജവും ഒലിച്ചു പോകുന്നതായി സങ്കല്പിക്കുക. ഉപ്പ് ലയിച്ചു പോകുന്നത് പോലെ നിങ്ങളുടെ തടസ്സങ്ങളും ഇല്ലാതാകും. ഇതൊരു വലിയ ആത്മീയ ശുദ്ധീകരണമാണ്. കടൽ വെള്ളത്തിൽ കുളിച്ചാൽ കിട്ടുന്ന ആ ഒരു ഉന്മേഷം ഇതിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ കിട്ടും. നിങ്ങളുടെ പഴയ കർമ്മദോഷങ്ങളും മറ്റുള്ളവരുടെ കണ്ണുദോഷങ്ങളും ഈ ഉപ്പുവെള്ളം കഴുകിക്കളയും. മനസ്സിനൊരു ഭാരക്കുറവ് അപ്പോൾ തന്നെ രൂപപ്പെടും. നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയ പേടിയും ദേഷ്യവും ഒക്കെ അലിഞ്ഞു പോകും. പണ്ടുള്ളവർ കടലിൽ പോയി കുളിക്കുന്നതും പുണ്യനദികളിൽ മുങ്ങുന്നതും വെറുതെയല്ല. പ്രകൃതിയിലുള്ള മൂലകങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കുകയായിരുന്നു അവർ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിനോട് പറയണം, ഞാൻ പുതിയൊരാളായി മാറുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം താനേ വരും. തടസ്സങ്ങൾ ഓരോന്നായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഭാഗ്യമെന്നത് തേടി വരേണ്ടതല്ല. നമ്മുടെ ഉള്ളിലെ തടസ്സങ്ങൾ മാറുമ്പോൾ അത് തനിയെ തെളിഞ്ഞു വരും. മക്കൾ ഇതൊന്ന് ശീലിച്ചു നോക്കൂ. ഒരു മാസത്തിനുള്ളിൽ തന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഇതൊരു വലിയ വെളിച്ചമായിരിക്കും. നമ്മുടെ പൂർവികർ പകർന്നു തന്ന ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വലിയ സത്യങ്ങളുണ്ട്. അത് അനുഭവിച്ച് തന്നെ അറിയണം. കുളി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ശാന്തിയുണ്ടല്ലോ, അത് നിങ്ങളുടെ വിജയത്തിൻ്റെ തുടക്കമാണ്. മനസ്സ് തെളിയുമ്പോൾ മാർഗം തെളിയും. ഐശ്വര്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഈ ചാനൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.